ഇന്നൊരു റവപ്പൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ. എളുപ്പത്തിലുണ്ടാക്കാം. നോർമലായിട്ട് നമ്മളെപ്പോഴും പൂരി ഉണ്ടാക്കാം. അപ്പോൾ റവ കൊണ്ട് നമുക്ക് പൂരി ഉണ്ടാക്കാം. അതും നല്ല പപ്പടം പോലെ പൊങ്ങി വരികയും ചെയ്യും. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നോർമലായിട്ടുള്ള നമ്മുടെ കിഴങ്ങ് കറി, അതേപോലെ തന്നെ കടലക്കറി, മുട്ടക്കറി, ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയാണ്. ഏറ്റവും ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് നേരം ക്രിസ്പി ആയിട്ടിരിക്കും ഈ റവപ്പൂരി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നു 1 കപ്പ് റവയാണ്. അപ്പോൾ ഇത് ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ നന്നായിട്ട് ഇത് പൊടിക്കേണ്ടി വരും കേട്ടോ. അത് ഞാനിങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം ഇത് മിക്സിംഗ് ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് ഈ പൂരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. അതായത് നോർമൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. പക്ഷേ പൂരിക്ക് നമ്മൾ എപ്പോഴും കുഴയ്ക്കുമ്പം വെള്ളം വളരെ കുറച്ച് ചേർത്തല്ലേ നമ്മൾ കുഴയ്ക്കുന്നത്. അപ്പോൾ ഇത് വളരെ അല്പം വെള്ളം കൂടെ കൂട്ടി നമ്മളിത് കുഴച്ചെടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റവ കണ്ടമാനം വെള്ളം പിടിക്കുന്നൊരു രീതിയാണല്ലോ റവയുടെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസാക്കി നമ്മൾ കുഴച്ചെടുക്കുക. അധികം ടൈറ്റാക്കാതെ നമ്മൾ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ 1 മണിക്കൂറും കൂടെ വെക്കണം. ഇത് 1 മണിക്കൂർ കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ടൈറ്റാവും കേട്ടോ. ടൈറ്റാവുമ്പോഴേക്കും നമ്മൾ വീണ്ടും ഇത് എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് ഒരല്പം എണ്ണ തടവിയിട്ട് വീണ്ടും നമ്മളിതൊന്ന് നന്നായിട്ട് ടൈറ്റാക്കി, അതായത് നമ്മൾ സ്മൂത്താക്കി നമ്മൾ എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല രീതിക്ക് നമുക്ക് കിട്ടും. അതേപോലെ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാനിതുപോലെ എണ്ണ തടവി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് സ്മൂത്താക്കി എടുത്തു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസുകളാക്കി എടുത്തു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബോൾസുകൾ എത്രത്തോളം ചെറുതാക്കി എടുക്കാമോ അത്രത്തോളം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ എല്ലാം ഇതുപോലെ എടുത്തു കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഈ ഒരു രീതിക്ക് നമുക്ക് എടുത്തു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ ഒട്ടും എണ്ണയോ പൊടിയോ ഒന്നും ചേർക്കണ്ട കേട്ടോ. അല്ലാതെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. എണ്ണയും പൊടിയും ഇനി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോഴുണ്ടല്ലോ നന്നായിട്ട് എണ്ണ പിടിക്കും. അപ്പോൾ ഇത് എണ്ണ അധികം കുടിക്കത്തില്ല ഇങ്ങനെ നമ്മൾ പരത്തിയെടുക്കുകയാണെങ്കിൽ. സാധാരണ പൂരിയേക്കായി വളരെ കനം കുറച്ചാണ് ഞാനിത് പരത്തിയെടുക്കുന്നത് കേട്ടോ. അതങ്ങനെ എടുക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു രീതിക്ക് നമ്മൾ പൊടി കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാൻ പറ്റും. കണ്ടല്ലോ ഇത്. അപ്പോൾ ഞാനിതുപോലെ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഓരോന്നും ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എണ്ണ എപ്പോഴും നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എങ്കിലേ ഈ പൂരി ഏറ്റവും എണ്ണയുടെ അടിയിലേക്ക് പോയിട്ട് മേളോട്ട് നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. നല്ല പപ്പടം നമ്മൾ കാച്ചുമ്പോൾ എങ്ങനെയാണുള്ളത് അതേ രീതിയിൽ ഈ പൂരി പൊങ്ങി വരും. കണ്ടല്ലോ, ഇതുപോലെ പൊങ്ങി വരും. ഞാൻ നോക്കി അടുത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പം ഒരു വശത്ത് ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ പൂരിയും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതുപോലെ എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ വേറൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരും സേഫായിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.